ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ തരം സ്കാമുകളാണ് കേരളത്തിൽ വരുന്നതെന്ന്. അതായത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഖാദർ കരിപ്പൊടി അടക്കം ഇൻവോൾവ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വീട് പിന്നെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വിൽക്കുന്നത്, എല്ലാവരും 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഞാനിത് കണ്ടപ്പം തന്നെ ശരിക്കും അന്തം വിട്ടുപോയി. കാരണം എന്താ പറഞ്ഞാൽ ഓരോ സമയങ്ങളിലും ഓരോ രീതിയിലുള്ള സ്കാമുകളാണ് കേരളത്തിൽ വരുന്നത്. ഇതാണോ ഫസ്റ്റ് വന്നതെന്ന് അറിയില്ല ഖാദർ കരിപ്പൊടിയുടെ. പക്ഷെ അതിന് ശേഷം പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഖാദർ കരിപ്പൊടിയോട് കുറച്ചൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ എന്താ ഇവർ ചെയ്യുന്നതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചു പോയി. പിന്നെ അതിന് ശേഷം 2-3 ആൾക്കാർ കാണുന്ന വീഡിയോയിലൊക്കെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഇനി അടുത്ത സെക്കൻഡ് പാർട്ടാണ്, ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണ് 1000 രൂപക്ക്. ഇതൊക്കെ ശരിക്കും ഗവൺമെൻറ് എന്താ പറയുക, നിയന്ത്രിക്കേണ്ട ഒരു കാര്യമില്ലേ? ഗവൺമെൻറ്റൊക്കെ സ്വമേധയാ അങ്ങനെയുള്ള കേസ് എടുക്കണം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ യൂട്യൂബേഴ്സായിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയാണ്, കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിയോ അസോസിയേഷൻ, എന്തായാലും കിക്ക് എന്ന് അങ്ങനെ എന്തോ ആണ് പേര്. അതിൻ്റെ ഹെഡ് ഖാദർ കരിപ്പൊടിയാണ്. പിന്നെ ആ ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ തന്നെ മൊയ്നൂസോ ഇങ്ങനെയുള്ള പല യൂട്യൂബേഴ്സും വന്നിട്ട് ഞാൻ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരൊറ്റ നെഗറ്റീവ് കാര്യങ്ങളും ഇല്ല, എല്ലാം പോസിറ്റീവ്. അതൊക്കെ എങ്ങനെ വരുന്നതെന്നുള്ള അറിയില്ല. അതിൽ പറയുന്നത് അതിലൊക്കെ പറയുന്നത് അള്ളാഹു ആണ്. ഒന്നാമത് ലോട്ടറി ടിക്കറ്റ് ഇസ്ലാമിൽ അനുവദനീയമല്ല, എന്നിട്ട് അനുവദനീയമല്ലാത്ത സംഗതിയുടെ മുകളിൽ വെച്ചിട്ട് അള്ളാഹു ആണ് ഈ ഒരു സംഗതി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മറ്റൊരു ഡയലോഗില്ലേ? സത്യം തന്നെയല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണോ ശരിക്കും പറഞ്ഞാൽ? ഇവരുടെ പേരൊക്കെ യൂട്യൂബേഴ്സിനൊക്കെ ആക്കിയാൽ ഓക്കെ, അതൊക്കെ മാറ്റിയിട്ട് ഇൻഫ്ലുവൻസ്, ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നെഗറ്റീവ് രീതിയിലുള്ള ഇൻഫ്ലുവൻസ്. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കുഞ്ഞാൻ്റെ ഏതൊരു വീഡിയോൻ്റെ പിന്നെ നറുക്കെടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ അതായത് ആ നറുക്ക് കിട്ടിയ ആൾ ആ കൊടുക്കാൻ ഉദ്ദേശിച്ച വാപ്പൽ, അതായത് ആ വീടിൻ്റെ ഓണറില്ലേ, ഓണറുടെ മകൻ്റെ സുഹൃത്തിനാണ് കൊടുത്തത്. ഒക്കെ കള്ളത്തരം പുറത്തേക്ക് ആയി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്നും ഇങ്ങനെയുള്ള സംഗതിയിൽ പെടരുത്. ഇവരൊക്കെ ശരിക്കും മാറ്റി നിർത്തേണ്ട ആൾക്കാരാണ്. അതായത് അവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ള രീതിയിൽ അവർക്കൊക്കെ പൈസ കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ പിന്നിൽ. ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കുക. ഇവരൊക്കെ ഒന്ന് പോലീസ് എടുത്ത് കുടയണം. അതായത് ഒന്ന് കർണാടകയിലായതുകൊണ്ട് ചിലപ്പം കർണാടക പോലീസ് ആക്ഷൻ എടുക്കേണ്ടി വരും. കേരളത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഇവർ ചെയ്യുന്ന ഓരോ ചെറ്റത്തരങ്ങളെ, ഈ വീട് വിൽക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആൾക്കാരെ ബന്ധപ്പെടുക, അവർ വീഡിയോ ചെയ്യും, വീഡിയോ ചെയ്തിട്ട് അത് വിറ്റുപോകും. അല്ലെങ്കിൽ ഇവരെ ചാനലിൽ തന്നെ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ അവർക്ക് വേണ്ടിയിട്ട്. ഇത് ആൾക്കാരുടെ അടുത്തു നിന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തി അതെന്ത് ചെയ്യുക, വിൽക്കാനുള്ള ശ്രമം. ഇതിനൊന്നും ചെറ്റത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഖാദർ കരിപ്പൊടി, മൊയ്നൂസ്, പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട്. എല്ലാം കൂടെ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിരിക്കാനുള്ള ടൈമില്ലല്ലോ. എന്നാലും നിങ്ങൾ വിവേകത്തോടുകൂടെ കാര്യങ്ങൾ സമീപിക്കുക. എപ്പോഴും മലയാളീസ് വലിയ സാക്ഷരതയിൽ നമ്പർ 1 ആണെന്നൊക്കെ പറയുമെങ്കിലും എപ്പോഴും മലയാളീസ് ഇങ്ങനെ പൊട്ടന്മാരാവുകയാണല്ലോ.